ആദ്യ പേർഷ്യൻ ആയിരുന്നു അദ്ദേഹം. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അദ്ദേഹം അടുത്തിടപഴകിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രവാചകൻ തന്റെ കുടുംബാംഗത്തെ പോലെയാണ് കണ്ടിരുന്നത്. പേർഷ്യയിൽ വളരെ സമ്പന്നമായ കുടുംബത്തിലാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജനിച്ചത്. അദ്ദേഹത്തിന്റെ പൂർവികർ വളരെ സമ്പന്നരായിരുന്നു. കുട്ടിക്കാലം മുതൽ അദ്ദേഹം എല്ലായ്പ്പോഴും തന്റെ കുടുംബം ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ അവഗണിച്ചിരുന്നു. അത് യഥാർത്ഥ ദൈവമായി അദ്ദേഹം കരുതിയിരുന്നില്ല. അദ്ദേഹം സിറിയയിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കാനിടയായി. പ്രവാചകനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സന്ദേശത്തെ കുറിച്ചും കേട്ടപ്പോൾ അദ്ദേഹം തേടിക്കൊണ്ടിരുന്ന സത്യം അതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പ്രവാചകനെ കാണാനായി മക്കയിലേക്ക് യാത്രയായി. എന്നാൽ ആ യാത്ര അദ്ദേഹത്തിന് അത്ര സുഖകരമായിരുന്നില്ല. അറേബ്യയിലേക്കുള്ള യാത്രയിൽ ഒരാൾ അദ്ദേഹത്തെ ചതിച്ചു. അദ്ദേഹത്തിന്റെ പണം മുഴുവൻ നഷ്ടപ്പെട്ടു. പിന്നീട് മദീനയിലെ സമ്പന്നനായ ഒരാൾക്ക് അടിമയായി അദ്ദേഹത്തെ വിറ്റു. അതുവരെ സമ്പന്നനായി ജീവിച്ച സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഒരു സമ്പന്നനായ വ്യാപാരിയുടെ ജോലിക്കാരനായി മാറി. ഒരു അടിമയായിട്ടാണോ? അത് വളരെ കഷ്ടമാണ്. അതെ അബു, ആ കാലഘട്ടങ്ങളിൽ അടിമത്തം വളരെ സാധാരണമായിരുന്നു. ഒരു ദിവസം സൽമാൻ റളിയല്ലാഹു അൻഹു പതിവ് പോലെ തന്റെ യജമാനന്റെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു മരത്തിന്റെ മുകളിൽ കയറി പഴങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ യജമാനൻ അതേ മരത്തിന്റെ കീഴിൽ ഇരിക്കുകയാണ്. അപ്പോൾ യജമാനന്റെ സഹോദരപുത്രൻ അങ്ങോട്ട് വന്ന് അയാൾ മരത്തിന്റെ അടിയിൽ ഇരിക്കുന്ന യജമാനനോട് പറഞ്ഞു, പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെന്ന്. പ്രവാചകൻ അടുത്തു തന്നെ ഉണ്ടെന്ന് കേൾക്കാനിടയായ അദ്ദേഹം ആകാംക്ഷയോടെ വിറക്കാൻ തുടങ്ങി. മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന താൻ ആകാംക്ഷ കൊണ്ട് വിറച്ച് യജമാനന്റെ തലയിലേക്ക് വീഴുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അത് കൊള്ളാലോ. അദ്ദേഹം വേഗം മരത്തിൽ നിന്നിറങ്ങി പ്രവാചകനുള്ള സ്ഥലത്തെ പറ്റി അയാളോട് അന്വേഷിച്ചു. തന്റെ അടിമ തന്റെ മരുമകനോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ യജമാനൻ കോപാകുലനായി. അയാൾ അദ്ദേഹത്തെ അടിച്ചുകൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു, ഇവിടെ നിനക്ക് എന്താണ് കാര്യം? നീ പോയി നിന്റെ ജോലി ചെയ്യുക. അന്ന് രാത്രി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കുറെ ഈന്തപ്പഴം പൊതിഞ്ഞെടുത്തു. എന്നിട്ട് യജമാനൻ കാണാതെ അവിടെ നിന്നിറങ്ങി പ്രവാചകൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അദ്ദേഹം ആ പ്രദേശത്തെത്തി പ്രവാചകനെ കണ്ടുമുട്ടി. അദ്ദേഹം പ്രവാചകനെ കണ്ടുമുട്ടിയപ്പോൾ പ്രവാചകന്റെ മുഖത്ത് ദൈവികമായ ഒരു തേജസ് അദ്ദേഹം കണ്ടു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, അങ്ങൊരു വലിയ പ്രവാചകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങയെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അങ്ങയുടെ സഹചാരിയാകുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഈന്തപ്പഴത്തിന്റെ പെട്ടി പ്രവാചകന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ഈന്തപ്പഴങ്ങൾ എന്റെ സമ്മാനമായി അങ്ങ് സ്വീകരിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉപഹാരം സ്വീകരിച്ചു. അദ്ദേഹം തന്റെ അനുയായികളോട് അതെടുത്ത് തിന്നുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് ഒന്നുപോലും കഴിച്ചില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് ഒരെണ്ണം പോലും കഴിച്ചിട്ടില്ലെന്ന കാര്യം സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനാൽ അദ്ദേഹം വീണ്ടും പോയി കുറച്ചുകൂടി ഈന്തപ്പഴം ശേഖരിച്ചു വീണ്ടും പ്രവാചകനെ കാണാൻ വന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഞാൻ നൽകിയ സദക്കയിൽ നിന്ന് അങ്ങൊന്നും കഴിച്ചിരുന്നില്ലെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എങ്കിലും ഇത് അങ്ങേക്കുള്ള ഒരു സമ്മാനമാണ്. സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ പെരുമാറ്റത്തിൽ മതിപ്പ് തോന്നിയ പ്രവാചകന് വളരെ സന്തോഷത്തോടെ ആ സമ്മാനം സ്വീകരിക്കുകയും ഇത്തവണ സഹാബികളോടൊപ്പം അദ്ദേഹം അത് കഴിക്കുകയും ചെയ്തു. പ്രവാചകൻ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ അനുയായിയായി സ്വീകരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ തന്റെ അടിമയെ കാണാതായെന്ന കാര്യം യജമാനൻ തിരിച്ചറിഞ്ഞു. അയാൾ അദ്ദേഹത്തെ അന്വേഷിച്ചു പോയി. പ്രവാചകൻ ഈ വിവരം അറിഞ്ഞപ്പോൾ യജമാനന് പണം കൊടുത്ത് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വതന്ത്രമാക്കി. സൽമാൻ റളിയല്ലാഹു അൻഹു വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് സഹായിച്ചിരിക്കുന്നു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾ വിളിച്ചിരുന്നത് നല്ലവനായ സൽമാൻ എന്നായിരുന്നു.
കാരണം അദ്ദേഹം എപ്പോഴും മറ്റുള്ളവരെ പരിചരിക്കുകയും അവരെ കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഒരേ ഒരു വസ്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉറങ്ങുമ്പോഴും അതാണ് ധരിക്കാറുള്ളത്. ഒരിക്കൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി സന്ദർശിച്ചു. അബൂദർദ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഒരു അനുയായിയാണ്. അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വളരെ ക്ഷീണിതയും കഷ്ടം അനുഭവിക്കുന്നതുമായി കാണാനിടയായി. എന്തിനാണ് ഇത്രയും ക്ഷീണവും അസ്വസ്ഥതയും എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. അബൂദർദ റളിയല്ലാഹു അൻഹു ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും ഉപേക്ഷിച്ചെന്നും അദ്ദേഹം മിതമായ രീതിയിൽ മാത്രം ജീവിക്കുകയാണെന്നും അവരുടെ മറുപടിയിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതേസമയം മറുവശത്ത് ദാരിദ്ര്യം അവരെ അലട്ടുന്നുമുണ്ടായിരുന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു ഇക്കാര്യം അബൂദർദ റളിയല്ലാഹു അൻഹുവയോട് സംസാരിക്കാനും ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റം വരുത്താൻ അദ്ദേഹത്തെ ഉപദേശിക്കാനും തീരുമാനിച്ചു. അബൂദർദ റളിയല്ലാഹു അൻഹു വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. എന്നാൽ അബൂദർദ റളിയല്ലാഹു അൻഹു ഒന്നും കഴിച്ചില്ല. അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് വരെ ഞാനും ഒന്നും കഴിക്കില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ആ രാത്രി സൽമാൻ റളിയല്ലാഹു അൻഹു അവരുടെ വീട്ടിൽ താമസിച്ചു. രാത്രിയിൽ അബൂദർദ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു. എന്നാൽ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഓ അബൂദർദ, അള്ളാഹുവിന് നിനക്ക് മേലൊരു അവകാശമുണ്ട്. നിന്റെ കുടുംബത്തിന് നിങ്ങളുടെ മേലൊരു അവകാശമുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് മേൽ ഒരു അവകാശമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ശരീരത്തിനും വേണ്ടത് നൽകേണ്ടത് താങ്കളുടെ കടമയാണ്. അടുത്ത ദിവസം രാവിലെ അവർ ഇരുവരും പ്രാർത്ഥിച്ചു.